ചേച്ചി ആ എണീറ്റാ? സമയത്തായിരുന്നു വല്ല പിടിപാടുണ്ടോ? സമയത്തായി 9 മണി കഴിഞ്ഞ്. ആണോ? ആണ്. കൊറേ ദിവസം നേരത്തെ എണീറ്റോണ്ടിരുന്നതാ. ഇപ്പൊ വീണ്ടും പഴയതുപോലെയായി. ഇന്ന് അവധിയല്ലേ? ഓ, അല്ലെങ്കിൽ പിന്നെ ഇയാൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റാണല്ലോ പോണത്. ചേച്ചി എപ്പോഴെങ്കിലും 5 മണിക്ക് എണീച്ചിട്ടുണ്ടോ? ഞാൻ എണീറ്റിട്ടുണ്ട്. എപ്പോഴാ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് പഠിക്കായിരിക്കും. ചേച്ചി എന്തോ രാവിലെ എന്തേ തള്ള? രാവിലെ തള്ളല്ലേന്നാ? പോയേ, നിനക്ക് എന്തറിയാൻ പാറു? നീയൊക്കെ ചെഞ്ചിട്ട് എത്ര ദിവസമായി? ചേച്ചി ചേച്ചിയെ പോയി വിളിച്ചിട്ട് ചേച്ചി എണീക്കുന്നില്ല. എണീക്കണില്ലേ? എടി, അതിന് ദിയ അവിടെ ഇല്ല. എവിടെ പോയി? ദിയ ചേച്ചിയുടെ കസിൻസിന്റെ അടുത്ത് പോയി. അയ്യോ പോയി, എന്നെ വിളിച്ചില്ലല്ലോ. അതിന് അവള് പോകുന്ന സ്ഥലത്തോട്ടൊക്കെ നിന്നെ വിളിച്ചോണ്ട് പോകുന്നത് എന്തിനാ? ഞങ്ങൾ ചങ്ക് പ്രോസ. പിന്നെ ചങ്ക് പ്രൂസ്. അച്ഛാ കഴിക്കണല്ലോ അച്ഛാ. കുറച്ചായിട്ട്. ആ പിന്നെ അച്ഛാ, ഉച്ചത്തേക്ക് മീനോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണോ കേട്ടാ? അല്ല, അമ്മ ഓഫീസ് കാര്യത്തിൽ തിരക്കായതും കൊണ്ടേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തകടം മറിയേക്കാ. അടുക്കളയിലെ കാര്യമല്ല, മൊത്തത്തില്. ഓ പിന്നെ തകടം പറയും. നീ എത്ര നാൾ പടവത്തെ സുഖം നടന്ന് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും തടം പറഞ്ഞാ? അച്ഛൻ എന്ത് ചെയ്താലും ലിസ്റ്റിലില്ല അത്. ആ, അച്ഛൻ എന്ത് ചെയ്താലും ലിസ്റ്റില് വരും. അത് പിന്നെ വലിയ ബഹളാവും, സംസാരവും, ആഗോള കലിപ്പായിരിക്കും. അച്ഛൻ മാസാണ്. മാസാണ് മണ്ണാങ്കട്ട പറഞ്ഞു എഴുതിക്കാൻ വയ്യ. അങ്ങ് അറ്റം പറ്റി ഞാൻ. അച്ഛൻ എന്താ അച്ഛാ രാവിലെ ദിയ കസിന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറയാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ മൈൻഡ് പോലും ചെയ്തില്ല. ആ കൊച്ചിന് എന്ത് വിഷമായെന്ന് അറിയോ? അവൾക്ക് തോന്നിടത്ത് പോവേ വരെ ചെയ്തിട്ട് അത് എൻ്റെ അടുത്ത് നോക്കണമെന്നില്ലേ? അച്ഛൻ എന്താ അച്ഛാ, ദിയക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവളുടെ പപ്പേനെ പോലെ തന്നെ സ്നേഹമാണ്. അതല്ലേ ബാലുച്ചാന്ന് വിളിച്ച് പുറകെ നടക്കുന്നത്. ഓ ബാലുച്ച ഇന്നലെ എന്നെ പപ്പയും മമ്മിയും വന്ന് ഇവിടെ കിടന്ന് ബഹളം അട്ടാസം കാണിച്ചപ്പോഴേ ആ കൊച്ചനെ എന്തെല്ലാം പറയുന്നറിയാമോ? നോക്ക് മുടിയെ വരട്ട്. ഞാൻ പറയും ആ കൊച്ചിനെ പിടിച്ചു ഇങ്ങോട്ടേക്ക് പോകാൻ പറയും. അയ്യോ, എനിക്ക് അതിൻ്റെ വായിക്കുന്ന കേൾക്കാൻ വയ്യ. അയ്യോ പാവം, അച്ഛൻ പിന്നെ ഒന്നും പറയാറൊന്നുമില്ലല്ലോ. ആ കൊച്ചിനെ മുമ്പിൽ വെച്ചൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ അച്ഛനും അമ്മനെയൊക്കെ ചീത്ത പറയാറില്ലേ അച്ഛൻ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവസരം കിട്ടിയില്ലെങ്കിലും പറയും. പാവം, ആ കൊച്ചായതുകൊണ്ട് ഇത് മൊത്തം കേട്ടോണ്ടിരിക്കുന്നത്. ആ കൊച്ചിന്റെ സ്ഥാനത്ത് ഞാൻ വലുതുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. മക്കള് പറയാനൊക്കെ പറ. സാരമില്ല, അച്ഛൻ കേട്ടിട്ട്. ആ ഇല്ല, ഞാൻ പറയണില്ല. നീ പറയാമെന്ന് ഞാൻ പറയട്ടാ. അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ കട്ടൻ ചായ വിഷം കലക്കി എനിക്ക് തരുമായിരുന്നു അല്ലേ? ലജ്ജ ചേച്ചിയുടെ മുഖം കണ്ടാ മനസ്സിലാവും. ലജ്ജ ചേച്ചി അത് തന്നെ പറയാൻ വന്നത്. പാറു, നീ ഇറങ്ങി പോയി. എനിക്ക് വയ്യ രാവിലെ ആരുടെ അടുത്തും കുസ്തി വിടാനായിട്ട്. മാറി നിർത്തിലച്ചു. ഒന്നാമതിൻ്റെ മൂഡ് ശരിയല്ല. എന്താ? രാവിലെ ജംഗ്ഷനിൽ പോയപ്പോഴേ ആ രാംകുമാർ അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കസർത്ത് കാണിക്കുന്നു. എന്നെ കണ്ടപ്പോൾ അഭ്യാസം കൂടി. പഴയ സുഖാരത കണ്ടല്ല, പൊക്കിയെടുത്ത് അവൻ്റെ ഭാര്യയുടെ മുമ്പ് കിട്ടി ഞാൻ മൂലകുത്തി കടിച്ചനെ. പോയാച്ചാ ഞാൻ പോണ്. ആവോ ഹൈമ, കുറെ നേരമായാലും ഇങ്ങനെ കിടക്കുന്നു. ഒന്നും കഴിച്ചിട്ടുമില്ല. എനിക്കറിയാം തനിക്ക് നല്ല ടെൻഷനും വിഷമമൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് നോക്കാതിരിക്കാൻ പറ്റില്ലോ. താൻ വന്ന് വല്ലതും കഴിച്ചേ. കഴിക്കാം. കുറച്ച് കഴിയുമ്പോൾ മോളൊക്കെ ഇവിടെ വരാൻ തുടങ്ങും. അപ്പം തൻ്റെ ഈ വിഷമമൊക്കെ മാറും. താനൊന്ന് എണിക്കിടൂ. അങ്ങനൊന്നും മാറത്തില്ല. എനിക്ക് സന്തോഷം തോന്നണമെങ്കിൽ അവളെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വരണം. താൻ എന്ത് പ്രാന്തവിടെ ഈ പറയുന്നത്? ഒരു മാസത്തിലേറെ ആ പയ്യനം കെട്ടിയിട്ട് അവളോട് താമസിക്കുന്നു. നമ്മുടെ റിലേറ്റീവ്സൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഓഫീസിലും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി മോളുടെ കാര്യമൊക്കെ. എന്ത് ചോദിക്കാൻ തുടങ്ങിയെന്ന്? അത് വിട്. താണീറ്റേ, നമുക്കൊന്ന് പുറത്തു പോവാം. ഒന്ന് റിലാക്സ് ആയിട്ട് വരാം. വാ. ഇല്ല, ഞാനങ്ങോട്ട് വരുന്നില്ല. ഞാനിനി എങ്ങോട്ടെങ്കിലും വരണമെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നടക്കണം. താൻ എന്താ വിചാരിക്കുന്നത്? താൻ ഈ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും വിചാരിച്ചു കൂട്ടണ്ടേ? നിങ്ങൾ എന്തോന്നായി പറയുന്നത്? നമ്മുടെ കൂടി തൊട്ടടുത്ത വീട്ടിലുണ്ടായിട്ട് പോലും നമുക്ക് നേരെ ചെന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അഥവാ കാണണമെങ്കിലും അയാളുടെ പെർമിഷൻ വാങ്ങണം. അയാൾ നമ്മളെ കയറി അങ്ങ് ഭരിക്കുക. എൻ്റെ മോളെ മുന്നിൽ നിർത്തിയിട്ടോ കളിക്കുന്നത്. എൻ്റെ സ്വഭാവം മാറിയുണ്ടല്ലോ. വീട് എല്ലാത്തിനും സമയമുണ്ട്. അയാൾ ഏതുവരെ കളിക്കും നമുക്ക് നോക്കാമല്ലോ. നിങ്ങളിങ്ങനെ നോക്കാന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. അവളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. നീ ഇതെന്ത് പ്രാന്താ പറയുന്നത്? എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ലെന്നോ? ഒരു ടെൻഷനും ഇല്ല. അവളിങ്ങനെ കാണിച്ചാലും ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ദയവേത് ഇവിടെ നിന്ന് പോയി തരുമോ? എനിക്കറിയാം അവളെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടെന്ന്. ഹൈമ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങളൊന്നും പറയണ്ട. എൻ്റെ മോളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വിഷമില്ലാന്നാ തൻ്റെ വിചാരം? താൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞത്. താനൊന്ന് റിലാക്സ് ആവും. ഞാൻ റിലാക്സ് ആകും. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടായിരിക്കും. എന്ത് കാര്യമാണോ?
നിനക്ക് മതിയായില്ലടാ ഒളിഞ്ഞോട്ടോ കൂട്ടടിയേക്ക് പോടാ. ആ കയറി കൂട്ടിയടിപ്പിച്ച മനസ്സിലാ മതിയായില്ലടാ. ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല. ഓ ഒളിഞ്ഞു നോക്കിയില്ലേ? പിന്നെ നിന്റെ അച്ഛൻ പ്രാവച്ചമ്പലത്തിൽ നടന്നിരിക്കണം നോക്കായി. എന്നടേ നീയൊക്കെ വലിയ ബന്ധങ്ങൾ കിട്ടിയ വലിയ മറ്റന്മാരായിപ്പോയി. ബന്ധം കിട്ടിയിട്ട് ഒറ്റവനോ? എടാ ഒറ്റ കല്യാണം കൊണ്ട് നീ എത്ര കുടുംബത്തിനാണ് നീ നശിപ്പിച്ചടാ ദുഃഖിപ്പിച്ചടാ? കൊല്ലടാ എന്നെ കൊല്ലടാ. കൊല്ലടാ കൊല്ലേ. എന്താണ് എനിക്ക് ഭ്രാന്താണ് എനിക്ക്? പിന്നെ എന്താടേ നിന്റെ മോന്റെ കല്യാണം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം എന്നെ അടിക്കാൻ നടക്കുന്നു. ഇപ്പൊ തന്റെ അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലാൻ നടക്കണം. നിന്നെ കൊന്നിട്ട് അങ്ങനെ എന്തിട്ടാണടാ? അഥവാ നിന്നെ കൊന്നു വെച്ചോ നിന്റെ ഏതെങ്കിലും പാസ് എടുത്ത് വിൽക്കാൻ നോക്കിയാൽ പോലും മൊത്തം വെള്ളടിച്ച് കൂമ്പ് കയറി വാടിയിരിക്കണടാ. എന്നടേ നീ ഇപ്പൊ വെള്ളോടിയൊക്കെ നിർത്തി വരെ നല്ലവനായി. ചെല്ലട്ടാ ചെല്ല്. നീ പോടാ കുടുംബം കലക്കി പോ. കുടുംബം കലക്കി നിന്റെ വീട്ടുകാരെ പറഞ്ഞോ ഒറ്റ ഇടിച്ച് ഞാൻ. ആ നിന്നെ ഞാൻ ഇനി ഒന്നും ചെയ്യണ്ടടാ. എല്ലാം രാംകുമാർ നോക്കിക്കോളും. നീ തീർന്നടാ ബാസി തീർന്നു. നിന്റെ കാര്യം കട്ട പോവാ. ഇതെന്തരാടാ ഇത്? എന്തിനാണിത്? എവിടുന്ന വന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ടേ നമ്മുടെ ഷോ കാണിക്കുന്ന നമ്മൾ ഒരുമിച്ച് നിൽക്കാത്താണ് ഇത്രയും പ്രശ്നത്തിന് കാരണം. അയ്യാ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ ചളക്ക് ഓടാടുന്നത്. എടേ ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇല്ലേ? അതിൽ നിന്ന് വന്നതാണ് നീ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നിന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ആയിരുന്നു. നിന്റെ വിശ്വസിച്ച് നീ എന്താടാ പറഞ്ഞത്? നീ എടേ അത് വിട്. എനിക്ക് നിന്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നീ പടഞ്ഞെടുത്താളാ മതി. എടാ ഞാൻ ഒന്ന് പറയട്ടെ. എന്നാ പറഞ്ഞോല. ഏയ് അങ്ങനെ ഉണ്ടല്ലേ നിന്റെ അളിയ രാംകുമാർ. രാംകുമാർ പറഞ്ഞ ഇല്ല വിട് അത് വിട്. ഡേയ് ഞാൻ വന്നപ്പോഴേ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ പോയതും എടാ ആരടാ മറ്റവനെന്ന് ചോദിച്ചോണ്ട് അങ്ങനെ ചാടിയും ഇറങ്ങി എൻ്റെ കൈ പിടിച്ച് അകത്തോട്ട് വലിച്ച് കൊണ്ടുപോകാൻ നോക്കിയടാ അങ്ങനെ. എന്തിന്? എടേ അകത്തോട്ട് കൊണ്ടുപോയെങ്കിലേ അവിടെ അടിച്ചു കൊന്ന് കുഴിച്ചു മുടങ്ങി ആരെങ്കിലും അറിയോടാ? മിസ്സായി കുഴിച്ചു മുടങ്ങി എത്ര കുടുംബം രക്ഷപ്പെട്ടത്. നീ എന്താടേ പറയണത്? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. പരിഹസിച്ച് അടിക്കല്ലേ? എടാ പിന്നെ അങ്ങനെ പരിഹസിക്കായിരിക്കും. എടാ നീ കാണിച്ച് കൂട്ടൊക്കെ അങ്ങനെയല്ലടാ. എന്താണ് നീ അങ്ങനെ വീട്ടിൽ പോയി കയറിയത്? എടാ ഞാൻ അങ്ങനെ വീട്ടിൽ കയറിയല്ലെന്ന്. ഞാൻ അത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ കാർ ഉടച്ചോണ്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ സാറേ എന്ന് പറഞ്ഞ അകത്ത് ചെന്ന് കയറിയപ്പോഴാണ് ഈ പുകലെല്ലാം പിടിച്ചകത്ത് കയറ്റാൻ നോക്കിയത്. നീ എന്തിനാ അങ്ങനെ സാറേന്ന് വിളിക്കുന്നത്? നിന്നെ അങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ നിന്നെ കാരടിച്ച് കൊല്ലാൻ നോക്കിയാടാ മണ്ട കൊണാപ്പി. പിന്നെ കാര്യം കൊണ്ടുവന്നതിന് എടേ അതല്ലേ രസം. ഒരു ദിവസം ഞാൻ വീട്ടിൽ അവിടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നു വരണം. ആദ്യം എന്നെ കണ്ടത് ഒരു മുടയൊക്കെ കാണിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിയാൽ പറഞ്ഞ് അങ്ങനെ ഒരു വീട് വേണമെന്ന് വാടകയ്ക്കല്ല വാങ്ങിക്കാൻ വേണ്ടി. ഇവിടെ എവിടെയെങ്കിലും വീട് കിട്ടുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ ഇവിടെ വീട് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ടക്കനെ എനിക്ക് ഈ അമേരിക്കാരൻ്റെ വീട് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞ് ആ സാറേ ഇവിടെ വീടുണ്ട് നമ്മൾ അമേരിക്കാരൻ്റെ വീടുണ്ട് അങ്ങനെ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പറഞ്ഞ് തീർന്നതിന് വേളി അവർ 1000 രൂപ എടുത്ത് കൈ തന്നു. എന്നിട്ട് പറഞ്ഞ് കമ്മീഷൻ ഇടപാട് കമ്മീഷൻ തരാമെന്ന്. എന്നിട്ട് ഇടപാട് കിടന്നാൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നു. എന്നെ പറ്റിച്ചളിയാ. എടാ അപ്പം നീയാണോ ഈ വീടിൻ്റെ ഇടപാട് നടത്തിയത്? ഓ നീയാ? ഓ കല്യാണം നടത്തി വീട് വേണം നടത്തിയടാ. കല്യാണം गजरा मोहब्बत वाला अखियों में ऐसा डाला गजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान गजरा मोहब्बत वाला गालों में ऐसा डाला गजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरे कुर्बान हाय रे मैं तेरे कुर्बान ആ പറയണം. എഴുന്നേറ്റ് അടിക്കോ നിങ്ങളെ നാട്ടിൽ തരുമോ? ഞാനാ മണക്കാർ ഊഞ്ഞാലാടത്തില്ലേ? എനിക്ക് ആട്ടിത്തരാം. ഇവിടെ വന്ന് ആടിയ കാര്യം ആരോടുത്തും പറയല്ലേ? ഏയ് ഞാൻ ആരോടും പറയില്ല. വീട്ടിൽ അച്ഛനില്ലേ? അച്ഛൻ ജംഗ്ഷനിൽ പോയി ഇപ്പഴൊന്നും വരത്തില്ല. ആഹാ എന്നാ മോളകത്ത് വരുന്ന? ഇല്ല. പേടിയാ? അങ്കിള് ജ്യൂസ് തരാം. വരുന്ന? പേടിയൊന്നുമില്ല. കുറച്ചേരം ഊഞ്ഞാലാടിയിട്ട് വന്നാ പോരെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് വന്നിട്ടാടാം. ഓക്കെ ബാ.
ഹൈമ ധാരാ വന്നിരിക്കുന്നു നോക്കിയേ. ഹായ് ആൻറ്റി. ഹായ്. ആൻറ്റി എന്താ ചിരിക്കാത്ത? അതെ, ആൻറ്റി എങ്ങനെ എപ്പോഴെപ്പോഴും ഒന്ന് ചിരിക്കാറുണ്ട്, അതാ. ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ അസുഖമാണ്, ആശുപത്രി കൊണ്ടുപോകണം. ഏയ് അങ്ങനെയൊന്നുമില്ല, ആൻറ്റി ചിരിക്കും. ഇതെന്ത് ശരി? കണ്ട കഴിയുന്നല്ലോ ഒന്നല്ലോ. തമാശ, ഇവിടെ ഭയങ്കര തമാശക്കാരി കേട്ടാ. മോളിരിക്കും. മോള് കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്, പക്ഷെ എല്ലാ ദിവസവും പോകുന്നില്ല. അതെന്താ എല്ലാ ദിവസവും പോവാത്തെ? എനിക്ക് മൂടുള്ളപ്പോഴേ ഞാൻ പോകും. അത് പാടില്ല കേട്ടോ, എല്ലാ ദിവസവും പോണം. ഒരാഴ്ച എപ്പോഴും ചെയ്താൽ ബോറടിക്കൂലേ? ആഹാ, നിന്റെ ദിയ ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി അവിടെ ഇല്ല. ഏ അവിടെ ഇല്ലേ? എവിടെ പോയി? ചേച്ചി കസിൻ്റെ വീട്ടിൽ പോയി. കസിൻ്റെ വീടോ? അതേത് കസിനാ? അതൊന്നും ചോദിക്കാൻ പറ്റില്ലേ, രാവിലെ പോയി. ഞാൻ മോൾക്കൊരു ജ്യൂസ് എടുക്കാം കേട്ടാ. ജ്യൂസ് എടുക്കട്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഇങ്ങോട്ട് കയറിയത്. എടുത്തോണ്ടാ, മധുരം കുറച്ച് കൂടുതലാവാം. ശരി സർ. ആൻറ്റി ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ? ചോദിച്ചോ. ആൻറ്റി എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ആൻറ്റി വഴക്കുണ്ടാക്കുന്നൊന്നല്ല കേട്ടോ. ആൻറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? പാറുക്കുട്ടി പറയും. സംസാരിക്കുമ്പോ ചിരിച്ച് സംസാരിക്കണം, അതാ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ആൻറ്റിക്ക് എപ്പോഴും ചിരിക്കുന്ന ഇഷ്ടമല്ല. എങ്കിലും ചിരിക്കാൻ പഠിക്കണം കേട്ടാ. ആയിക്കോട്ടെ, ഉത്തരവ്. ഇനി ചിരിക്കാം കേട്ടോ. ചേച്ചി എന്തുകൂടെ വരാത്തത്? അവിടുന്ന് ആരും ഇങ്ങോട്ട് വിടാത്തോണ്ടല്ലേ ദിയ ചേച്ചി വരാത്തത്. ഒരു ദിവസം പാറുക്കുട്ടി ദിയ ചേച്ചി കൂട്ടിയിട്ട് വരുമോ? അവിടെ ആരും ഇല്ലാത്ത സമയത്ത് ദിയ ചേച്ചി കൂട്ടിയിട്ട് വരണം. വരുമോ? ഞാൻ ശ്രമിച്ചു നോക്കാം. മോളുടെ ജ്യൂസ് റെഡി. ആൻറ്റിക്ക് വേണ്ടേ? വേണ്ട, മോള് കുടിച്ചോ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാ മുഴുവൻ കുടിക്കും. എന്നാ മതി, ഞാൻ പോട്ടെ. മോള് ഇനിയും വരണേ. അങ്ങനെ എപ്പോഴും വരാൻ പറ്റത്തില്ല, എന്നാലും നോക്കാം. മോൾ ഇവിടെ വന്ന കാര്യം ദിയ ചേച്ചിക്ക് അറിയുമോ? ഇല്ല, ഇന്ന് ഞാൻ പറയും. പോട്ടെ. പോയിട്ടോ. പോയിട്ടോ മോളേന്ന് പറ. പോയിട്ട് വാ മോളെ. എന്നെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സ്വീറ്റ് ഗേളല്ലേ മോൾ? ഇനി ഇതും അവർ പ്ലാനിങ് ആയിരിക്കുമോ? മനഃപൂർവ്വം കുട്ടിയെ പറഞ്ഞു വിട്ടതാണോ? ഹലോ, എന്തിനാ ഒളിഞ്ഞു നോക്കണേ? ഞാൻ ഇതിലേ പോകുമ്പോ ജസ്റ്റ് നുള്ളി നോക്കിയെന്നുള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതിലേ വേണം. ഇവിടെ നാഷണൽ ഹൈവേ ഒന്നുമല്ല, ചതുപ്പാണ്, താന്നു പോവും. ഞാൻ പോണു. മേല ഇവിടെ കിടന്ന് ഒളിഞ്ഞു നോക്കിയാ എന്റെ സ്വഭാവം മാറും. എങ്ങനെ? എങ്ങനെയെന്നാ? അന്ന് എൻ്റെ മാവിൻ്റെ മൂട്ടിൽ ഞാൻ അങ്ങോട്ട് ഒളിഞ്ഞു നോക്കിയപ്പോഴേ നിങ്ങൾ കിടക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഒളിഞ്ഞു നോക്കണം. നാണല്ലോ. മനുഷ്യരേക്കാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയെന്നിരിക്കും, അതിന് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലേ? ഞാൻ ഒരു കാര്യം പറയാം, ഇനി എങ്ങാനും ഇതുപോലെ ഒളിഞ്ഞു നോക്കിയാ പിള്ളേരെ കൊണ്ട് ഞാൻ കല്ലുറക്കി അറിയിക്കും. കാണണമല്ലോ. കാണണമല്ലോ, കാണാനൊന്നുമില്ല. തലവഴി പൊട്ടി ചോരടിച്ച് നടക്കണ കാണാം. നിങ്ങൾ വെറുതെ ഇതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ചെറിയ കാര്യത്തിൽ. പ്രശ്നം ഉണ്ടാക്കി വേണ്ടി തന്നെയാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ കെട്ടും കിടക്കെടുത്ത് അഭയാർത്ഥിയെ പോലെ ഇവിടെ വന്ന് ഇങ്ങനെ കുടിയേറ്റക്കാരെ പോലെ വന്ന് താമസിക്കുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കുടിയേറ്റക്കാരാ? കുടിയേറ്റക്കാർ. യു മീൻ മൈഗ്രൻസ്? ഓഫ് കോഴ്സ്. ഞങ്ങൾ മൈഗ്രൻസ് ഒന്നും അല്ല. മാന്യമായിട്ട് കാശ് കൊടുത്തിട്ട് നല്ല വീട് കാണിച്ചിരിക്കുന്നത്. നിങ്ങളാണ് അഭയാർത്ഥികൾ. കണ്ട വാടക വീട്ടിലൊക്കെ താമസിക്കുന്നത് യൂസ്ലെസ്. വാടക കൊടുക്കണമെങ്കിലും കറക്റ്റ് അന്തസ്സായിട്ട് എല്ലാ മാസം നമ്മൾ വാടക കൊടുക്കുന്നുണ്ട്. അന്തസ്സിനെ പറ്റി ഒന്നും പറയല്ലേ. നല്ല പൈസ ഉള്ള വീട്ടിന്റെ പെണ്ണിനെ എടുത്തിട്ടേ ആ മുടിയൻ ചക്കനെ വിട്ടിട്ട് തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? പെണ്ണെന്റെ മോന്റെ ഭാര്യയായിപ്പോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ. മോളെ പറ്റി എന്തോ പറയാമെന്നല്ലോ. പറയാൻ മനസ്സിലാവോ? പറ്റില്ല. എന്റെ മോളെ പറ്റി എന്തോ കുറ്റം പറയാമെന്നോ അത് പറയണം. തന്റെ മോളെ പറ്റി മാത്രമല്ല, എന്റെ മക്കൾ തെറ്റ് ചെയ്താലും ഞാൻ അവരെ പറ്റി കുറ്റങ്ങൾ പറയും. അതാണ് എന്റെ ക്വാളിറ്റി. പിള്ളേരെ കാര്യം ഒതുക്കിയിട്ട്. പക്ഷെ നിങ്ങൾ ആള് ശരിയല്ല. ഞാൻ ശരിയല്ലെന്നാ? നിങ്ങൾ ശരിയല്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? വലിയ ബിസിനസ്സാണ്, കോട്ടും സൂട്ടും കാറിനും പത്രാസും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ട്. പക്ഷെ പെങ്കൊച്ചിനെ പറഞ്ഞു വെച്ചാൽ വീട്ടിൽ നുണയും കൊതിയൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ നോക്കി ഇങ്ങനെ പള്ളി നാക്കി 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 നാണല്ലോ. അതാണല്ലോ. പറയാം, ഉത്തരം കുട്ടി.
ഉത്തരം മുട്ടി. യു സ്റ്റോപ്പ് ഇറ്റ് മാൻ. ഞാൻ സൊസൈറ്റിയിലെ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. എന്നെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത ഗോസിപ്പ് ഒന്നും പറഞ്ഞുണ്ടാക്കില്ല. എന്താ പ്രശ്നം? അളിയ നോക്കളെ വന്നിട്ട് വീടിന്റെ 4 ചുറ്റും ഒന്ന് ഒളി നോക്കണളിയാ. 4 ചുറ്റും നോക്കിയിട്ടില്ല, ഒരൊറ്റ ചുറ്റും. ഇതങ്ങനെ നോക്കി. സാറേ നിങ്ങൾക്ക് നാണമില്ലേ സാറേ? ഞാൻ ഒരു മാന്യനാണ് നിങ്ങൾ വിചാരിച്ചത്, നിങ്ങളൊരു മാന്യനാണ് ഞാൻ വിചാരിച്ചത്. കഷ്ടം. ഷട്ടപ്പ് യു ബ്ലഡി. നിനക്ക് എന്നോട് സംസാരിക്കാൻ എന്ത് യോഗ്യത ഉള്ളത്? ആരാ നീ? മിസ്റ്റർ രാംകുമാർ, നിങ്ങൾ കുറെ ആയിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യണം. നിർത്തിക്കോ. നിങ്ങളെ കുറെ ലോകം കണ്ടവനായിരിക്കും, ഞാനും കുറെ ലോകം കണ്ടവനാണ്. നിങ്ങൾ കുറെ കളി കളിച്ചാണ്. ആ കളിയൊന്നും ഇവിടെ വേണ്ട, ഇത് പാറമടയാണ്. ഇവിടെ കളിക്കാനേ ബാലുവും ബാസിയും ഉണ്ട്. അതുകൊണ്ട് നിർത്തിക്കോ നിങ്ങളെ കളി. കളി നിർത്തിക്കോ. കളിച്ച എന്തിയോടാ? കളിച്ചാ നിർത്തിക്കോ. കളിച്ച എന്ത് ചെയ്യുന്നു? എന്തിയോടാ? അളിയ അടിച്ച് അളിയ നമ്മൾ ബന്ധുക്കളാണ്, നമ്മൾ സംസാരിക്കുന്ന നീ എന്തിനാ കാരണം? നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? ഞങ്ങൾ ബന്ധുക്കളാണെന്നാ? ഏത് വഴിക്ക് ബന്ധം? അളിയാ നീ നടന്നില്ല. ബന്ധുക്കളാ? ഏത് ബന്ധുക്കള്? അയ്യാ പറഞ്ഞപ്പോ നല്ല സുഖിച്ചല്ലേ. അയ്യാ നിങ്ങൾ പോയാൽ നോക്ക്, അല്ലെങ്കിൽ പാസ് കിട്ടിയ നിങ്ങൾക്ക് കിട്ടും. Just remember one thing. ഓ I will show you who I am. ഓ ചെവി who നുള്ളിക്കും. I am who? Who I am? Tell me. വാ വേനിച്ചാ നിനക്ക് വേനിച്ചാ? നിന്റെ മനസ്സ് വേനിച്ചാ? വേനിച്ചാ വീട്ടിൽ പോയി റെസ്റ്റ്. വേറെ സൈറ്റിൽ ഒരൊറ്റ കാര്യങ്ങൾ ശരിയാവില്ല. അതെങ്ങനെ? ഭാര്യയും മക്കളും അതിന് ഇടയ്ക്കൂടെ ഒരു മരുമോളും എല്ലാം കൂടെ എൻ്റെ കട്ട പോകാണ്ട് അടങ്ങുള്ളൂ. എന്തോ പറയുന്നത്? അത് കാക്കയുടെ കയ്യിൽ നിന്ന് കുറുക്ക് അപ്പം അടിച്ചെടുത്ത കഥ പറയായിരുന്നു. ആണാ? എന്നാ ഒന്നേന്ന് പറ, ഞാനും കേട്ടോ കേൾക്കട്ടെ. കൊച്ചേ അങ്ങോട്ട് ചേട്ടാ, മനുഷ്യ മനസ്സാമാനത്തോടെ ഇരിക്കട്ടെ. അച്ഛാ, ചേച്ചി ഇതുവരെ വന്നില്ല, ഫോണും എടുക്കുന്നില്ല. അയ്യോ അതൊന്നും വരാത്ത 2-3 മണിക്കൂറിന് തിരിച്ചു വരാന്നല്ലേ പറഞ്ഞത്. പോയിട്ട് എത്ര മണിക്കൂറായി? ചേച്ചിയുടെ പപ്പയുടെ ആൾക്കാരെ ചേച്ചിയെ പിടിച്ചോണ്ട് പോയി കാണൂ. അയ്യോ ലച്ചുവേ, ലച്ചു വാ. എന്താ ഇടിയെ കൊച്ചു ഇവിടെ ഇറങ്ങിപ്പോയിട്ട് എത്ര മണിക്കൂറായിരുന്നു? ഞാൻ കുറെ തവണ വിളിച്ചു, അവളെ എടുത്തില്ല. അതിനിപ്പോ തിരിച്ചു വിളിച്ചപ്പോ പറഞ്ഞ് ഫോൺ സൈലന്റിലായിരുന്നു, 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. ഇനി 1 മണിക്കൂറാ? വരട്ടെ, ശരിയായി കൊടുക്കാം. അച്ഛാ ആവശ്യമില്ലാതൊന്നും പറയല്ല അച്ഛാ. അത് തന്നെ, അത് കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, ഇങ്ങോട്ട് തന്നെ വന്നോളൂ. പറയുമ്പോൾ ഇപ്പൊ മക്കളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് കടിച്ചു കയറാൻ നിൽക്കൂലേ? പിന്നെ മരുമക്കളടുത്ത് പറഞ്ഞാലാ ചിലപ്പോൾ ആ കൊച്ചിനോട് ഞാൻ വല്ലതും പറഞ്ഞാൽ അതിനെ തെറി വിളിക്കും. അപ്പൊ അതങ്ങനെയായ എന്നെ അച്ഛാ ചോദിക്കണ പോലെ ചോദിച്ചാൽ ആരെന്തും പറയും. അപ്പം ഞാൻ ചോദിക്കാം കേട്ടാ. ഇനി അടുത്ത രാത്രി കയറി വന്നാലും ഞാൻ ചോദിക്കാം, അയ്യോ മോളെന്ത് താമസിച്ചത്? രാത്രിയും പകലൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്ത്രീയോ പുരുഷനൊന്നുമില്ല, എപ്പോൾ വേണം വരെയും പോവാം. പക്ഷെ എന്താണ് വൈകിയത് എന്ന് ചോദിച്ചാൽ മതിയാ. അച്ഛൻ ആ കൊച്ചിൻ്റെ അടുത്തുള്ള ദേഷ്യം ഇതുവരെ തീർന്നിട്ടില്ല അച്ഛാ. എനിക്ക് ആ കൊച്ചിനടുത്ത് ഒരു ദേഷ്യമില്ല. ആ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത രാംകുമാർ വീട്ടിൽ അവിടെ നിന്ന് ഒളിഞ്ഞൊക്കെ നോക്കി. അവസാനം ഞാൻ കൈയോടെ പിടിച്ച് വഴക്ക് ഉന്തും തള്ളും വരാൻ അവസാനം അടി കൊടുത്തു. അടി കൊടുത്താ? ആ അടിച്ചാ? അച്ഛൻ ആരെ അടിച്ചെന്നില്ല, രാംകുമാർ അടിച്ച്. രാംകുമാർ അച്ഛനടിച്ചാ? എന്നല്ല ബാസി അടിച്ച്. ഈ ബാസികൾ കറക്റ്റായിട്ട് എവിടെ നിന്ന് കയറി വരുന്നു? അത് വഴിയെ പോണ അടിയെ കയറുന്ന വാങ്ങിക്കുമല്ലോ, ആ കൂട്ടോ ജമ്മല്ലേ കഷ്ടം. എല്ലാത്തിനും സഹിക്കും, എൻ്റെ കൂടെ ബാസിയെ കൂടെ സഹിക്കണം. അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യം 10 കാര്യം ചോദിക്കും. എന്തോന്ന്? നമുക്ക് ഇവിടെ നിന്ന് മാറിയാലോ? ഓ പടവലത്തോട്ട് മാറാനാ? അതിനേക്കാൾ സമാധാനം രാംകുമാറിന്റെ അടുത്തുള്ള കിട്ടും. അതല്ല അച്ഛാ, നമുക്ക് ഈ വീട് മാറിയിട്ടേ ഇതേ റെഞ്ചിൽ കുറച്ച് മാറി വേറൊരു വാടക വീട് എടുത്താലോ എന്ന്. നമുക്കൊരു സ്വിമ്മിംഗ് വീട് എടുക്കാം. സ്വിമ്മിംഗ് പൂളിലെ വീട് മാത്രം പോരാ, വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് കൂടെ വീട് എടുക്കാം. ടെന്നീസ് കോർട്ട് എല്ലാം കാണും. മതിയാ? അങ്ങനെ ഒരു വീട് കിട്ടുമോ അച്ഛാ? പിന്നെ എന്തായാലും അച്ഛേ, അങ്ങനെ എലിയപ്പേട് ജില്ല ചോടേണ്ട കാര്യമൊന്നുമില്ല. ഇന്നും അയാൾ വെല്ലുവിളിച്ചിട്ടാണ് പോയിക്കണത്. നോക്കിട്ട് എന്താവും. ഹൈമാൻ്റെ നിലവിളിയില്ലേ കേൾക്കണത്? തന്നെ അവളെ നിലവിളി നിന്ന് എന്താ നീ ചെറിയ കുട്ടികളെ പോലെ കാണിക്കുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞത് മനസ്സിലാക്കിയാ നിന്നോട്? I'm telling for the last time. Please calm down. Don't be like a child. പറ്റില്ല പറ, പറ്റില്ല. അടങ്ങി വന്ന് ഇരിക്കേ. ഞാൻ ഇതുവരെ നിന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. മിണ്ടാതിരിക്കാൻ റൂമില്.